സാന്റിയാഗോ മാർട്ടിൻ എന്ന കഥാപാത്രത്തെ വർണ്ണിച്ചു എന്നുണ്ടെങ്കിലും ആ കഥാപാത്രം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിലേക്ക് കൊണ്ടുവരുന്ന അതിമഹത്തായ സന്ദേശങ്ങൾ എത്ര സുന്ദരമായി മില്ലർ ഹെമിംഗ്വേ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് സമയക്കുറവ് കൊണ്ട് നമ്മൾ ചിന്തിച്ചില്ല. ഓരോ ഇൻസിഡൻറ്റും ആ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഒരുപാട് നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. ഈ ഓൾഡ് മാനും ദ സീം, അതും ആ പേര് തന്നെ വലിയ അർത്ഥങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഹെമിംഗ്വേ അവതരിപ്പിച്ചത്. അങ്ങനെ ആ നോവലിലുള്ള അർത്ഥങ്ങളുടെ ആഴങ്ങളാണ് അദ്ദേഹത്തെ നോബൽ സമ്മാനത്തിന്, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് പരിഗണിക്കാനുണ്ടായ കാരണം പോലും. ഈ ഓൾഡ് മാൻ 84 ദിവസം മീൻ പിടിക്കാൻ പോയിട്ട് അദ്ദേഹം മീൻ പിടിക്കാൻ പോയ സ്ഥലമാണ് പ്രധാനപ്പെട്ടത്. അവിടെ സാധാരണഗതിയിൽ മീനൊന്നും കിട്ടുന്ന സ്ഥലമല്ല. പക്ഷേ 84 ദിവസവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് 84 ദിവസത്തെയും തോൽവി അദ്ദേഹത്തെ ഒരിക്കലും നിരാശനാക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സഹായിക്കാൻ നിന്ന വ്യക്തിയെയും നിരാശനാക്കിയില്ല. ആ നിരാശ കൊണ്ട് അദ്ദേഹം കിടന്നുറങ്ങിയുമില്ല. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അവർ ചർച്ച ചെയ്യുന്നത് വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. അപ്പം ഒരു വ്യക്തിയെ നിരാശ പിടികൂടുന്ന സമയത്താണ് വേറെ ഒന്നിനെയും കുറിച്ചും ചിന്തിക്കാതെയും ആശിക്കാതെയും നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങി ഡിപ്രഷനിലേക്ക് പോകുന്നത്. സാന്റിയാഗോ എന്ന് പറയുന്ന വയസ്സനായ മീൻപിടുത്തക്കാരന്, മത്സ്യത്തൊഴിലാളിക്ക് അങ്ങനെ ഒരു നിരാശ ഉണ്ടായില്ല. കിട്ടിയില്ല അത്രേ ഉള്ളൂ. ഇനിയും കടലല്ലേ അവിടെ ഉള്ളത്, കടലിൽ ഇനിയും മത്സ്യം ഉണ്ടാകും. എനിക്ക് ഇന്ന് കിട്ടിയില്ല എന്ന് കരുതിക്കൊണ്ട് നാളെ കിട്ടും, നാളെ കിട്ടിയില്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ നിരാശപ്പെട്ട് കാര്യമില്ല, എനിക്കിന്ന് കിട്ടിയിട്ടില്ല, ഇന്ന് കിട്ടാനായിട്ട് ദൈവം വിധിച്ചിട്ടില്ല എന്നുള്ള ഒരു ദൈവവിശ്വാസത്തിന്റെ പക്ഷത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹം ചിന്തിച്ച് ആശ്വസിച്ചിട്ടുണ്ടാവണം. പിറ്റേ ദിവസവും അദ്ദേഹം പോകും. പക്ഷേ 85-ാമത്തെ ദിവസം അദ്ദേഹത്തിന് തോന്നി എന്നാൽ പിന്നെ ഒരു പുതിയ പരീക്ഷണം നടത്താം, കുറച്ചും കൂടി ഒന്ന് കടലിലേക്ക് പോയേക്കും. ഇത് കടലിന്റെ സുരക്ഷിത സ്ഥാനത്ത് നിന്നിട്ട് മീൻ പിടിക്കാൻ നോക്കി. കടലിന്റെ സുരക്ഷിത സ്ഥാനത്ത് നിന്നാൽ കടൽ മീൻ കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് കിട്ടാൻ 84 ദിവസം അദ്ദേഹം എടുത്തു. കടലിൽ വലിയ മീനിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കടലിലേക്ക് പോകണം. കടലിന്റെ തീരത്തോട് അടുത്ത് നിന്ന സ്ഥലത്ത് നിന്നിട്ട് ആ വലിയ മീനുകൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ അദ്ദേഹം പക്ഷേ വേറെ വലിയ വീണ്ടും വിചാരങ്ങളില്ലാതെ ഒറ്റയ്ക്ക് തന്നെയാണ് ആ കടലിന്റെ ആഴങ്ങളിലേക്ക് തൻ്റെ കൊച്ചു വഞ്ചിയുമായി പോയത്. പ്രതീക്ഷിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ കടലിലെ ആഴങ്ങളിലേക്ക് വന്നപ്പോൾ കൊച്ചു വഞ്ചിയിൽ അദ്ദേഹം ഇട്ട ചൂണ്ടയിൽ ഒരു വലിയ മത്സ്യമാണ് കൊത്തിയത്. ആ വലിയ മത്സ്യം കൊത്തി കഴിഞ്ഞപ്പോൾ ആ വലിയ മത്സ്യത്തെ തൻ്റെ വഞ്ചിയിൽ വഞ്ചിയോട് അടുപ്പിച്ച് അതിനെ അതിൻ്റെ ജീവൻ കളഞ്ഞിട്ട് അതിനെ കൊന്നിട്ട് വഞ്ചിയിൽ കെട്ടിയിട്ട് കൊണ്ടുപോവുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ വലിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വലിച്ചുകൊണ്ടാകരുത്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ചെന്ന് പെടുന്ന നമ്മുടെ വലിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വലിയ പദ്ധതികൾ ഒരുപക്ഷെ നമ്മുടെ പരിധിയിൽ തൽക്കാലം നിൽക്കണമെന്നില്ല. അവ നമ്മയും വലിച്ചുകൊണ്ട് ബഹുദൂരം പോകും. ആ ബഹുദൂരം പോകുമ്പോഴും നാം ആകുന്ന നമുക്ക് അവയെ നിയന്ത്രിക്കാൻ നമ്മുടെ പരമാവധി ഒരു പരിശ്രമം നടത്തണം എന്നുള്ള വലിയ ചിന്തയുണ്ട്. ഈ ഹെമിംഗ്വേ അവതരിപ്പിച്ച കഥാപാത്രത്തിൽ സാന്റിയാഗോ എന്ന് പറയുന്ന വയസ്സായ മനുഷ്യൻ തൻ്റെ വഞ്ചിയും കൊളുത്തും തന്നെയും ഒക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് 2 ദിവസം ഓടിപ്പോകുന്ന മീനിനെ നിയന്ത്രിക്കാൻ വേണ്ടി തൻ്റെ ദേഹത്തൂടെ ചുറ്റി പോലെ ഇട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, 2 രാവും പകലും. അങ്ങനെ തൻ്റെ സ്വപ്നങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ സ്വപ്നത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയുടെ ആദ്യ കാലം ഇത്രമാത്രം അതിഭീകരമായിരിക്കുമെന്നും തൻ്റെ ആയുസ്സും ആരോഗ്യവും സർവ്വതും പണയം വെച്ചിട്ട് റിസ്ക് എടുത്തിട്ടാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് നിന്നു കൊടുക്കേണ്ടതും എന്നുള്ള വലിയ ഒരു ആ ചിന്തയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്ര തുടക്കത്തിലുള്ള ഈ ഒരു ആവേശം കഴിഞ്ഞാൽ എനിക്കൊരു സ്വസ്ഥതയിലേക്ക് അതെന്നെ നയിക്കും എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം. കാരണം അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കാരണം സാന്റിയാഗോയ്ക്ക് ഒരു കാര്യം അറിയാം, ഈ മീനിന് ഇങ്ങനെ അധികകാലം അത്യാവേശം കാണിച്ചുകൊണ്ട് ഓടാൻ സാധിക്കില്ല, എന്നെങ്കിലും എനിക്ക് ഈ മീനിനെ എൻ്റെ പരിധിയിൽ നിർത്താനാവും. അപ്പൊ ആദ്യത്തെ ആ കുതിപ്പും ആ കിതപ്പും കഴിഞ്ഞിട്ട് ഒരു ശാന്തത വരും എന്ന് തൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരു ശാന്തത ഉണ്ടാവും. ആ സമയത്ത് എൻ്റെ സ്വപ്നങ്ങളുടെ അടുത്ത പടിയിലേക്ക് എനിക്ക് കിടക്കാം എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു സാന്റിയാഗോ. അങ്ങനെയാണ് തന്നെ വലിച്ചുകൊണ്ട് പോകുന്ന മീൻ എന്നാൽ മീൻ പോട്ടെ, ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം എന്നുള്ള ഒരു ചിന്തയില്ലാതെ ആ മീനിൻ്റെ പിന്നാൽ മീൻ വലിച്ചുകൊണ്ട് പോകുന്ന വഞ്ചിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മറന്ന് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സാന്റിയാഗോ ഇതുവരെയുള്ള ഈ യാത്രയിൽ നമുക്ക് തരുന്ന ചിന്തകൾ ഒരുപാടുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ പരാജയങ്ങൾ ഒരിക്കലും നമ്മളെ നിരാശനാക്കരുതെന്നും, സാധാരണ എന്നപോലെ മുന്നോട്ട് പോകണമെന്നും, എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റം വരുമെന്നും, മാറ്റം വന്നു കഴിഞ്ഞാൽ മാറ്റം വരുന്ന സമയത്ത് ജീവിതത്തിൽ ആദ്യകാല കഷ്ടപ്പാടുകൾ ഒത്തിരി നേരിടേണ്ടി വന്നാലും എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷ നമ്മെ പിടിച്ചു നിർത്തുമെന്നൊക്കെയുള്ള ആ വലിയ ചിന്ത, അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ വിട്ടു കൊടുക്കേണ്ടി വരും. എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണെങ്കിലും കൊടുക്കുന്നവനുള്ളതായിരിക്കും വിട്ടുപിടിക്കാനായിട്ടുള്ള ആ വലിയ
ഭാഗ്യം ലഭിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടാവാൻ സാന്റിയാഗോ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.